നമുക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാം. അതിനാവശ്യമായിട്ട് വരുന്നത് 2 വലിയ ഉള്ളി, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത്രയും സാധനം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഉള്ളി ചെറുതായി അരിഞ്ഞത്, വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ഇട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് വഴണ്ടി വരുമ്പോൾ തക്കാളി, പച്ചമുളക് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് അതിന് മുകളിലായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടി ഇട്ടെടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. സിമ്മിലിടാൻ ശ്രദ്ധിക്കണം. മൂടിയൊന്ന് തുറന്ന് നോക്കിയാൽ നല്ലോണം തക്കാളി ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലയിട്ട പൊടി എന്നിവ ചേർത്തൊന്നും നല്ല അതിൻ്റെ മണം മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കരുത്. നല്ലോണം ഇളക്കി എല്ലായിടത്തും മസാല ആവുന്നത് വരെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സാക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 10-20 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സിമ്മിലിട്ടിട്ട് വേവിക്കണം. മറ്റേ ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സിമ്മിലാക്കിയിട്ട് നമുക്കൊന്ന് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ചിക്കന് ഒരുവിധം ചിക്കനിലെ വെള്ളവും ഒക്കെ ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്നും കൂടി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.